وبركاته. الحمد لله الذي هدانا لهذا وما كنا نهتدي لولا أن هدانا الله. وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم فإن لا يجد في أنفسهم حرجا مما قضيت ويسلموا تسليما. ഇസ്ലാമിക പ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങൾ, കരുണാകടാക്ഷങ്ങൾ നമ്മൾ ഏവരിലും സദാ ഉണ്ടാകുമാറാകണമെന്ന് ആദ്യമായി പ്രാർത്ഥന സംബന്ധിച്ച് എടുക്കുവാനും ചർച്ച ചെയ്യുവാനും നമ്മുടെ ഒരുമിച്ച് പോകുന്നതിന് ഒരു സ്വാധീനമായ ധർമ്മമാണ് അല്ലാഹു തആല നമ്മിൽ നിന്നും സ്വീകരിക്കുവാനാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾ അർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പഠിപ്പിക്കാൻ ചെയ്യുമ്പോൾ മാനസികമായ സന്തോഷവും ആഹ്ലാദവും തോന്നിയിരുന്ന ഒരു പ്രവർത്തക സംഘം നമുക്കുണ്ടായി. അതിലെല്ലാം മാറിക്കൊണ്ട് ഏതെല്ലാം ഗൂഢശക്തിയോടെയും ഗൂഢപ്രവർത്തനങ്ങളോടും ഫലമായിക്കൊണ്ട് പ്രമാണങ്ങളോടുണ്ടാകുന്ന സ്നേഹം കുറഞ്ഞുപോകുകയും ഹദീസ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഹദീസ് സെമിനാറുകൾ കേൾക്കുമ്പോൾ വേറി പിടിക്കുകയും അത്തരം സദസ്സുകളിൽ ഹാജരാകാതെ അവർ സഹോദരന്മാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ക്ലാസുകൾ സൂചിപ്പിക്കാറുണ്ട്. വ്യക്തികൾ നമുക്ക് വലുതല്ല, സംഘടനകൾ നമുക്ക് വലുതല്ല. ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ കോളം എന്ന് പേരിട്ടുള്ള ഇംഗ്ലീഷിൽ അത് ഇസ്ലാമിക എന്നുള്ള പദം ഒരു പ്രത്യേകമായ പദമല്ല, എന്നുള്ള പ്രത്യേകമായ പദമല്ല. പക്ഷെ എല്ലാം കൂടി ചേരുമ്പോൾ ആ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തോട് നമുക്ക് സ്നേഹമുണ്ട്, ആ ആദർശത്തോട് നമുക്ക് താല്പര്യമുണ്ട്. ആ ഒരു കാരണം മാത്രം എന്നുള്ള സംഘടനയുടെ ഒപ്പം നമ്മൾ കൂടിയത്. അതേ ഇന്ന് നമ്മൾ കേരളം നമ്മൾ എതിർക്കുന്നു അല്ലെങ്കിൽ നേതാക്കന്മാർ കൈകാര്യം ചെയ്ത അല്ലെങ്കിലും ശരി അങ്ങനെ ഒരു വിഷയമാണെന്നുള്ള കാരണം യോജിക്കാതെ പ്രധാനമന്ത്രി
വിഷയത്തിലേക്ക് കടക്കുന്നതിന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ലക്ഷ്യം എന്താണ്? ഇത് മാത്രമായിരിക്കണം എന്ന് അനുസരിച്ചു വിശ്വസിക്കുന്നവരല്ല, കാര്യങ്ങളും ന്യായീകരിക്കുന്നവരല്ല, മറിച്ച് അവരാകുന്ന വിജയികൾ. അനുസരിച്ചാൽ, പ്രവാചകൻ ആരെങ്കിലും അനുസരിച്ചാൽ, അവരാകുന്ന വിജയികൾ. സംശയമാണ്. വിജയത്തിന്റെ അടിസ്ഥാനം പ്രമാണമായിട്ടുള്ള ഖുർആൻ എന്നതാണ്. അവർ നിങ്ങൾ വിഷയങ്ങൾ അരിവാണെന്ന് അച്ചടിയാണോ ഏത് മാങ്ങമാങ്ങണം ആവശ്യത്തിലെല്ലാം മതപരമായ വിഷയങ്ങൾ മനുഷ്യ അവർ വിശ്വസിക്കാറില്ല. നിങ്ങൾ തീരുമാനത്തെ അംഗീകരിക്കണം. വചനം എല്ലാവരും ഒന്നിക്കണം. എല്ലാവരും അവനും അംഗീകരിക്കണം. നിങ്ങൾ അനുസരിക്കുക. അവൻ പ്രവാചകനെ അനുസരിക്കുക. നിങ്ങൾക്ക് ധൈര്യക്ഷേമം നേടുകയും നശിച്ചു പോവുകയും ചെയ്യും. വീണ്ടും പറയുന്നു
നീ മുസ്ലിം പോകരുത്. മതവിഷയങ്ങൾ സന്തോഷിക്കുകയാണ്. കൈകാര്യം ചെയ്യുന്നത് മനുഷ്യന്മാരാണ്. എല്ലാവരുടെയും അറിവ് ഒരേപോലെയല്ല, എല്ലാവരുടെയും ഒരേപോലെയല്ല, എല്ലാവരുടെയും ഒരേപോലെയല്ല. അതുകൊണ്ട് ആളുകളുടെ ഭിന്നതയുണ്ടായി, തർക്കങ്ങളുണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അത് സ്വാഭാവികമാണ്. എന്നാൽ അഭിപ്രായ ഭിന്നതകൾ വന്നാൽ ചിത്രങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ എന്ത് ചെയ്യണം? ഇതാ ഒരു കാര്യം പറയുന്നു, മറ്റൊരു കാര്യം വേറെ കാര്യം പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? അവിടെ ആ വിശ്വാസിയുടെ മാതൃക അവരറിയണം. അങ്ങനെ ആളുകളെ ചിന്ത ഇപ്പോൾ കടന്നുപോയിട്ടുണ്ട്. അമാനിനോട് പറഞ്ഞിട്ടുണ്ട്, കയമോടിയും പറഞ്ഞിട്ടുണ്ട്, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംഘടന അല്ലെ മരിക്കുമ്പോൾ നമ്മൾ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ കേരളം 2002 അങ്ങനെ എഴുതി വെക്കുമ്പോൾ സഹോദരന്മാർ അങ്ങനെ അറിയെങ്കിൽ അതാണ് വിശ്വാസം. വിശ്വാസം അല്ല പ്രമാണബദ്ധമായിക്കൊണ്ട് അങ്ങനെയാണ് ദീന് പഠിക്കേണ്ടത്. അതടിസ്ഥാനത്തിലാണ് കബർ വിചാരണ, അതടിസ്ഥാനത്തിലാണ് പരലോക വിചാരണ. എന്ന് ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഒരുപാട് ഭിന്നതകൾ കാണാം, ഒരുപാട് ഭിന്നതകൾ കാണാം. നിങ്ങൾ മുഴുവൻ പഠിക്കണം. പഠിക്കില്ല, പഠിപ്പിക്കില്ല, സമ്മതിക്കില്ല. ശേഷമുള്ള നിങ്ങൾ മുറുകെ പിടിക്കും ചെയ്യുക. ഇത് പ്രവാചകൻ പഠിപ്പിക്കാൻ പറഞ്ഞു. വിശ്വാസികളെ അല്ലാഹുവെ അനുസരിക്കണം. ചില കുട്ടികളും വിശ്വാസമുണ്ടെങ്കിൽ അല്ലാഹു അവിടെ സംഘടനയിലേക്ക് മടങ്ങാമെന്ന് പറഞ്ഞിട്ടില്ല. അഭിപ്രായം അള്ളാഹുവിലേക്കും മടങ്ങണം. സഹോദരന്മാരെ, ഒരു വിഷയം നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങൾ കാണുമ്പോൾ വ്യത്യസ്തമായ കാണുമ്പോൾ അഭിപ്രായം المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم
തുടർച്ചയായി ഇമാമുമാരും നേതാക്കന്മാരും അവരുടെ പാത എന്താണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം നേരെ നോട്ടിച്ചു പോവുകയാണ്. ചോദിക്കുകയുണ്ടായി ആളുകൾ ചോദിക്കുകയാണ്, ആൾ സംശയിക്കുകയാണ്, നിനക്കൊരു പ്രശ്നം വരികയാണ്, അങ്ങനെ ഒരു വിഷയമെന്നാൽ പറഞ്ഞുകൊടുക്കും. പ്രവാചകന്റെ അടുത്ത സത്യം ഇനി ഈ അദ്ദേഹം പറഞ്ഞു അതിലില്ലെങ്കിൽ പ്രവാചകൻ വാക്കുകളായ കർമ്മങ്ങളായ ഹദീസുകളുണ്ട്. ഇത് രണ്ടും മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഇജ്തിഹാദ് നടത്തുമെന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പ്രമാണങ്ങൾ ഖുർആനാണ് എന്നും ഹദീസാണ് എന്നും ഭിന്നത വരുമ്പോൾ ഹുക്ം പറയേണ്ടി വരുമ്പോൾ അത് രണ്ടിലേക്കുമാണ് മടങ്ങേണ്ടത് എന്നും സഹാബികൾ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സഹാബികളുടെ നിലപാട് ഇതുതന്നെയായിരുന്നു. ഈ നിലപാടിൽ നിന്ന് പ്രവാചകൻ കാലശേഷം അവർ മാറിയില്ല. സച്ചരിതരായ സലഫു സ്വാലിഹുകളായ ഖൈറുന്നാസി ഖറനി എന്ന് ഏറ്റവും ഉത്തമ നൂറ്റാണ്ട് എന്ന സമൂഹമാണ് ഇന്ന് പഠിപ്പിച്ച ആ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഈ പ്രാമാണികമായ അല്ലെങ്കിൽ പ്രമാണത്തിലേക്ക് മടങ്ങുന്ന വിഷയത്തിൽ ഒരിക്കലും ഭിന്ന അഭിപ്രായക്കാരായിരുന്നില്ല. ഉദാഹരണങ്ങൾ പലപ്പോഴും കേട്ടവരാണ്. സാമ്പത്തികമായി സൂചിപ്പിക്കട്ടെ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സന്ദർഭത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വാളെടുക്കുകയുണ്ടായി. ചരിത്രം പറയുകയാണ്, അദ്ദേഹം വാളെടുത്തു. അത് അഭിനയമായിരുന്നില്ല, യാഥാർത്ഥ്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തലയും കൈയും ഞാൻ മുറിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു കൊള്ളുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി മരിച്ചിട്ടില്ല. അതൊക്കെ പറയാനുള്ള കാരണം പ്രവാചകരോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല, മറിച്ച് മൂസാ നബി അല്ലാഹുവിനെ കാണാൻ വേണ്ടി പോയി കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്ന പോലെ എന്റെ പ്രവാചകനും അല്ലാഹുവിനെ കാണാൻ പോയിരിക്കുകയാണ്, ഇനി ഉടനെ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസമായിരുന്നു ഉമറിനുണ്ടായിരുന്നത്. ഇത് സാങ്കല്പികമോ അല്ലെങ്കിൽ അഭിനയമോ ആയിരുന്നില്ല, യാഥാർത്ഥ്യത്തിലുള്ള വർത്തമാനമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് കടന്നു വന്നു. ആർക്കും ഉമറിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ വചനം ഓതി കൊടുത്തു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ അഫഇന്നാ തൗക്കൽതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ ഖുബൈഹി ഫലൻ യമറ ശൈആ വയജ്സില്ലാഹു ശാകിരീൻ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടിറങ്ങിയ ആയത്താണ്. ഉഹദ് രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിംവദന്തി പ്രചരിച്ചപ്പോൾ പല ആളുകളും പിന്തിരിഞ്ഞോടുണ്ടായി. ആ സന്ദർഭത്തിൽ ആയത്തിറങ്ങി, മുഹമ്മദ് പ്രവാചകനാണ്, മുഹമ്മദിന് മുൻപ് പ്രവാചകന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്, ഒരു പ്രവാചകൻ മരിച്ചു എന്ന് കേട്ടാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് കേട്ടാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ എന്ന് അന്നിറങ്ങിയ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ചപ്പോ ഉമറിന് ബോധ്യമായി, ശരിയാണല്ലോ, പ്രവാചകൻ മരിക്കുമെന്ന് അല്ലാഹു പറയുന്നത്. നിങ്ങൾ മടങ്ങിപ്പോവുകയാണോ? മുഹമ്മദ് പ്രവാചകൻ മരിച്ചു എന്ന് കേട്ടാൽ അപ്പൊ പ്രവാചകൻ മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഉമറിന് ബോധ്യമായി. ചരിത്രം പറയുന്നത് ഉമറിന്റെ കയ്യിൽ നിന്നും വാള് താഴെ വീണു. ഉമർ ഉയർതൊലിച്ചു. ഇങ്ങനെ ഒരു ആയത്ത് കേട്ടിട്ട് പോലുമില്ല എന്ന് ആദ്യമായി കേൾക്കുന്നത് പോലും അദ്ദേഹത്തിന് തോന്നിയ എന്താ സഹോദരന്മാരെ ഇവിടുത്തെ വിഷയം? കേട്ടപ്പോൾ പ്രമാണം കേട്ടപ്പോൾ അതങ്ങോട്ട്
അംഗീകരിച്ചു. എന്നാലും ഞാൻ ഉമറല്ലേ, എന്നാലും ഞാൻ സെക്രട്ടറി അല്ലേ, എന്നാലും ഞാൻ ഇവിടുത്തെ ഖലീഫയാകാൻ പോകുന്ന അടുത്തയാളല്ലേ എന്നൊന്നും ഉമർ ചിന്തിച്ചിട്ടില്ല. ആയത്തിന്റെ മുമ്പിൽ നിന്ന് പ്രമാണത്തിലേക്ക് അവർ മടങ്ങി. ആ സമീപനം നമുക്കും വേണം. ഇനിയോ കുറച്ചു കഴിഞ്ഞ് പ്രശ്നമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ മറവ് ചെയ്യണം. അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ചില ആളുകൾ പറഞ്ഞു മക്കത്തിൽ നിന്നാണ് പ്രവാചകൻ വന്നത്, അതുകൊണ്ട് മക്കത്തേക്ക് പ്രവാചകനെ മയ്യിത്ത് കൊണ്ടുപോകണം. ചില ആളുകൾ പറഞ്ഞു മദീനയിൽ ഞങ്ങളാണ് സഹായിച്ചതും സഹകരിച്ചതും, അതുകൊണ്ട് മറവ് ചെയ്യണം. ചില ആളുകൾ പറഞ്ഞു അമ്പിയാക്കന്മാരുടെ ഖബറുകളെല്ലാം ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലാണ്, അങ്ങോട്ട് കൊണ്ടുപോകണം. പല അഭിപ്രായം വന്നപ്പോ അഭിപ്രായങ്ങൾ മൂന്നെണ്ണായി. അന്ന് തന്നെ അഭിപ്രായ വ്യത്യാസം വന്നു. എത്രമാത്രം അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രവാചകന്റെ വചനമാണത്. അഭിപ്രായ വ്യത്യാസം വന്നു. അപ്പോ സഹാബികൾ ഇത് പ്രവാചകനിൽ നിന്ന് മുമ്പ് ഹദീസ് കേട്ട ഒരു സഹാബി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ലം യുഖ്ബർ നബിയ്യുൻ ഇല്ലാ ഹൈതു യമൂത്ത്. ഒരു നബിയും എവിടെ വെച്ചാണോ മരിച്ചത് അവിടെ തന്നെ മറവ് ചെയ്യുക എന്നതല്ലാതെ വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണത ഇല്ല. ലം യുഖ്ബർ നബിയ്യുൻ ഇല്ലാ ഹൈതു യമൂത്ത്. മരിക്കുന്നിടത്തല്ലാതെ പ്രവാചകന്മാരെ മറവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ഹദീസ് കേട്ടപ്പോ ഇങ്ങനെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വഹാബത്ത് കേട്ടപ്പോ മക്കയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞവർ നിർത്തി. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, എന്നാലും എന്റെ അഭിപ്രായമല്ലേ, ആ അഭിപ്രായത്തിൽ തള്ളിക്കളയാൻ പറ്റുമോ? അങ്ങനെ കുബുദ്ധി അവർക്കുണ്ടായിരുന്നില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ ഫലസ്തീനിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ആളുകൾ അഭിപ്രായം നിർത്തി. എന്നിട്ട് മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ കിടന്നിരുന്ന ആ ഭാഗത്തുള്ള പുതപ്പ് മാറ്റി അവിടെ കൊണ്ട് കുഴി കുഴിച്ച് പിന്നെ അവിടെ മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ അടിസ്ഥാനങ്ങൾ ഏത് പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, ആയത്ത് കേട്ടാൽ അങ്ങോട്ട് തിരിയുക, ഹദീസ് കേട്ടാൽ അങ്ങോട്ട് തിരിയുക, ഈ അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇന്നൽ ഉലൂമൽ ഇലാഹിയ്യ വദ്ദീനിയ്യ ഇന്നമാ തുഖദു മിർ റസൂൽ. ദീനിയായ കാര്യങ്ങൾ, ഇലാഹിയായ ദൈവികമായ വിഷയങ്ങൾ ഇന്നമാ തുഖദു മിർ റസൂൽ, അത് പ്രവാചകനിൽ നിന്ന് സ്വീകരിക്കണം. വയജ്അലു മാ ജാഅ ബിഹി هو أصول للدلالة الأدلة اليقينية البرهانية على أن ما قاله حق جملة وتفصيلا. പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അത് മൊത്തത്തിലാകട്ടെ വിശദാംശ രൂപത്തിലാകട്ടെ അതെല്ലാം ഉറപ്പുള്ള യഥാർത്ഥമായ ബുർഹാനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കണം. കാരണം അതെല്ലാം ദൈവികമാണ്. അപ്പൊ മതവിഷയങ്ങളിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളിലേക്ക് ആ അത്തരം മേഖലകളിലേക്ക് വഹയിലേക്ക് നമ്മൾ നീങ്ങണമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ്. സഹോദരന്മാരെ, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുമായുള്ള വിവാഹം പ്രവാചകൻ ആവശ്യപ്പെട്ട ഒരു രംഗം നമുക്ക് ചരിത്രത്തിൽ അറിയാം. സൈനബ് റളിയല്ലാഹു അൻഹ സെയ്ദുമായി തമ്മിൽ വിവാഹം നടക്കണമെന്ന് പ്രവാചകൻ ആഗ്രഹിച്ചു. സൈനബിനോട് ആവശ്യപ്പെട്ടു, സൈനബ് നിങ്ങൾ സെയ്ദ് വിവാഹം കഴിച്ചു കൊള്ളട്ടെ. പക്ഷേ സൈനബ് അന്ന് അംഗീകരിച്ചില്ല. കാരണം വൈവാഹിക കാര്യമാണ്, കുടുംബജീവിതമാണ്, സ്വാതന്ത്ര്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ ആ കാര്യത്തിൽ അല്പം വിസമ്മതം കാണിച്ചു. പക്ഷേ ഇത് റബ്ബിന്റെ തീരുമാനമായിരുന്നു എന്നും ഇത് റബ്ബിന്റെ കൽപ്പനയായിരുന്നു എന്നും പിന്നീട് അവർ അറിഞ്ഞപ്പോൾ ആ വിവാഹത്തിന് അവർ സമ്മതം മൂളുകയുണ്ടായി. അതായത് സൈനബ് ആദ്യം എതിർത്തു നിന്നു. പിന്നെ ഒരു ആയത്തിറങ്ങി, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അല്ലാഹുവും അവന്റെ പ്രവാചകനും ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ ആ തീരുമാനത്തിലും സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കോ സ്വന്തമായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഇച്ഛയും സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ള സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ വചനം ഇറങ്ങിയപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ പ്രവാചകനെ സമീപിച്ച് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അത്തറുല്ലാഹു ലീ സൗജാ, സെയ്ദിനെ എനിക്ക് ഭർത്താവായി നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ? കാല, പ്രവാചകന്റെ മറുപടി അതെ. കാലത്ത് അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദൻ എങ്കിൽ ലാ ഉഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല. അവർ ആ വൈവാഹിക ജീവിതം അംഗീകരിക്കുകയാണ്.
ഇതായിരുന്നു അവരുടെ സ്വഭാവം. ആയത്ത് കേട്ടപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞും പിന്നെ എന്റെ ഇഷ്ടക്കേടും അവർ നോക്കിയിട്ടില്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകനിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞയച്ചത്? ഞാൻ കുന്തു റജുലൻ മദ്ദാഅ, മദിയ കൂടുതൽ ഉള്ള ആളായിരുന്നു. അപ്പൊ അതിന്റെ മതവിധി എന്താണെന്ന് അറിയാൻ റസൂലിനോട് ഞാൻ ചോദിച്ചാൽ മോശമാണ്, കാരണം ഞാൻ മരുമകനാണ്. ആ നിലയ്ക്കൊരു മോശം തോന്നിയപ്പോ വേറെ സ്വഹാബിയെ പറഞ്ഞേക്കുക. അപ്പൊ മതപരമായ വിഷയം പഠിക്കാൻ സ്വന്തമായി അവസരമില്ലെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായി ചോദിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ പോലും മറ്റുള്ള ആളുകളെ പറഞ്ഞയച്ചുകൊണ്ട് പ്രവാചകന് വിധി എന്താണ് എന്ന് അറിഞ്ഞ ശേഷമേ അവർ അത്തരം കാര്യങ്ങൾ നിർവഹിച്ചിരുന്നു. അതേപോലെ തന്നെ ആർത്തവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി സ്വഹാബി വനിതകൾ പ്രവാചകന്റെ അടുക്കലേക്ക് വരികയും ചോദിക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേ പ്രകാരം പിന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മതവിധിയായ പ്രവാചകൻ പറഞ്ഞാലും അത് പ്രാമാണികമായി അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ച ശേഷം ഒരു സ്ത്രീ പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിച്ച പെൺകുട്ടിക്കും നിങ്ങളും തമ്മിൽ മുലകുടി ബന്ധമുണ്ട്, പാല് തന്നിട്ടുണ്ട്, ഇത് വലിയ പ്രശ്നമാണ്. കല്യാണം കഴിച്ച ഉടനെയാണ് വിവരം കിട്ടുന്നത്. അദ്ദേഹം എന്തു ചെയ്തു? ഉടനെ പ്രവാചകനെ കാണാൻ യാത്രയായി. പ്രവാചകൻ പറഞ്ഞു, പറയപ്പെട്ടല്ലോ, അറിഞ്ഞു കഴിഞ്ഞല്ലോ, രണ്ടുപേർക്കും അവരും പാല് തന്നിട്ടുണ്ട് എന്ന്, ഇനി എങ്ങനെ വിവാഹം മുന്നോട്ട് പോകും എന്ന് പറഞ്ഞപ്പോ തങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും പ്രവാചകന് മതവിധി പറഞ്ഞപ്പോൾ തങ്ങളുടെ വൈവാഹിക ജീവിതം ബന്ധം അവരും വേർപ്പെടുത്തുകയുണ്ടായി. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം, ഇതൊക്കെ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോ, ഇനി മരണശേഷമോ സ്വഹാബികൾ എന്ത് ചെയ്യും? അവർക്ക് വല്ല വിഷയത്തിലും സംശയം തോന്നിയാൽ വേറെ സ്വഹാബിയെ കാണും. എന്നിട്ട് ചോദിക്കും, ഹൽ സമിഅത ശൈഅൻ മിൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് നിങ്ങൾ ഈ വിഷയത്തിൽ വല്ലതും കേട്ടിട്ടുണ്ടോ? ഹൽ റഅയ്ത ശൈഅൻ, അല്ലെങ്കിൽ നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ എന്ന് പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് സ്വഹാബികൾ തമ്മിൽ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യം ഇബാദത്തായിക്കൊണ്ട് അവർ നിർവഹിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ സംശയങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്ന വിഷയങ്ങളിൽ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടങ്ങുക എന്ന നയമായിരുന്നു സലഫുകൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സലഫി എന്ന് നമ്മെക്കുറിച്ച് പറയണമെങ്കിൽ, അതിനുള്ള അർഹത വേണമെങ്കിൽ ആ സലഫുകളുടെ സമീപനവും നയവും എന്തായിരുന്നോ അത് അതേപോലെ പിൻപറ്റുവാനുള്ള മനസ്സന്നദ്ധ നമുക്ക് കാണിക്കണം. ഈ മുൻഗാമികളായ സ്വഹാബികളും താബികളും താബികളും അവർക്ക് ശേഷം മദ്ഹബിന്റെ ഇമാമുമാർ വന്നു. അവരുടെ സമീപനം എന്തായിരുന്നു? മദ്ഹബിന്റെ ഇമാമുമാർ വന്നു. അവർ ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, അതിനപ്പുറം ആരും ചിന്തിക്കാൻ പാടില്ല, അതിനപ്പുറം പഠനങ്ങൾ കടന്നു പോകാൻ പാടില്ല, അതിനപ്പുറം ആലോചിക്കാൻ പാടില്ല, പറഞ്ഞിടത്ത് നിൽക്കണം, നിൽക്കാത്തവരൊക്കെ പുറത്ത് എന്ന് മദ്ഹബിന്റെ ഇമാമുമാരും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ എന്താ? ഞങ്ങൾ പഠിച്ചു, ഞങ്ങളിതാ പറയുന്നു, ഞങ്ങളിതാ ഫത്വ കൊടുക്കുന്നു, ഞങ്ങളുടെ ഫത്വകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പോരായ്മകൾ ഉണ്ടാകും, കണ്ടാൽ നിങ്ങൾ ഉണർത്തണം, കണ്ടാൽ നിങ്ങൾ അറിയിക്കണം. ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായ ഹദീസ് കിട്ടിയാൽ ഞങ്ങൾ പറഞ്ഞത് സ്വീകരിക്കാവൂ, കാരണം ഞങ്ങളാണ് ഔദ്യോഗികം എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് എന്താ? പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാഹ്, ഇബ്നു റജബ് അദ്ദേഹത്തിന്റെ ഈഖാദുൽ ഹിമം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഫൈദാ തആറൽ അംറു റസൂൽ വ അംറു ഗൈരിഹി, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ പ്രവാചകന്റെയും മറ്റുള്ള ആളുകളുടെയും വാക്കുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ, വൈരുദ്ധ്യങ്ങൾ വന്നാൽ, പ്രവാചകന്റെ വാക്കിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. വലിയ അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതാ, ഇന്നത്തെ പോലെ അരമൗലവിമാരൊന്നുമല്ല. അഗ്രഗണ്യന്മാരായ നാഭിഹീങ്ങളായ മാഹിരീങ്ങളായ നിപുണന്മാരായ പണ്ഡിതന്മാർ പറയാണ്, ആരുടെയെങ്കിലും വാക്കിനും പ്രവാചകന്റെ വാക്കിനും ഇടയിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പ്രവാചകന്റെ വാക്കിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഇമാം ഷാഫിഈ പറയുന്നു, ഞാൻ എന്തൊരു വാക്ക് പറഞ്ഞാലും, ഞാൻ എന്തൊരു ഉസൂലിയായ കാര്യം പറഞ്ഞാലും, പ്രവാചകൻ പറഞ്ഞതിന് എതിരാണ് എങ്കിൽ പ്രവാചകൻ പറഞ്ഞതെന്തോ അതാകുന്നു ശരി, അതാ എന്റെ അഭിപ്രായം.
ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഹദീസ് വന്നാൽ ആ പ്രവാചകൻ പറഞ്ഞത് എന്തോ അതാകുന്നു എന്ന അഭിപ്രായം താരീഖ് ദിമസ്കിൽ അത് കാണാൻ സാധിക്കും. പിന്നെ ഇദാവത്തും ഫീ കിതാബി എന്ന ഗ്രന്ഥത്തിൽ നിങ്ങൾ കണ്ടാൽ ഖിലാഫ സുന്നത്തി റസൂലില്ല, പ്രവാചകന്റെ സുന്നത്തിന് എതിര് കണ്ടാൽ ഫഖൂലു നിങ്ങൾ പറയണം ബിസുന്നത്തി റസൂലില്ല, പ്രവാചകന്റെ സുന്നത്ത് അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വദഉ മാ ഖുൽതു ഞാൻ പറഞ്ഞതിനെ ഒഴിവാക്കണം, ന്യായീകരിക്കണം എന്നല്ല. അതിനെ ന്യായീകരിക്കണം എന്നല്ല, അവനത് പറയാൻ കിതാബ് കൊടുത്തത് ഞാനാന്ന് പറഞ്ഞിട്ട് അത് വീരവാദമായി ഉന്നയിക്കാനല്ല, മറിച്ച് തിരുത്തണം. പ്രവാചകന്റെ വാക്കിനെ നിങ്ങൾ അംഗീകരിക്കണം. ആ പ്രവാചകന്റെ ഖൗലിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തൽതഫിതു ഇലാ ഖൗലി അഹദ്, ഒരുത്തന്റെയും വാക്കിനെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. അവൻ എത്ര വമ്പനാണെങ്കിലും ശരി, എത്ര വലിയവനാണെങ്കിലും ശരി, ഏത് തലപ്പത്തിരിക്കുന്നവനാണെങ്കിലും ശരി. അജ്മഅന്നാസു ജനങ്ങൾക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. മനിസ്തബാനത്ത് ലഹു സുന്നത്തു റസൂലില്ല, പ്രവാചകന്റെ സുന്നത്ത് ബോധ്യപ്പെട്ടാൽ, പ്രവാചകന്റെ സുന്നത്ത് വ്യക്തമായാൽ ലം യകുൻ ലഹു അവന് പാടില്ല അയ്യദാഹ ആ സുന്നത്തിനെ ഒഴിവാക്കാൻ ലിഖൗലി അഹദിൻ ഒരുത്തന്റെ വാക്കുകൊണ്ടും. ഏതെങ്കിലും ഒരുത്തം പറഞ്ഞു എന്ന് കരുതിയിട്ട് പ്രവാചകന്റെ സുന്നത്തിനെ മാറ്റിവെക്കാൻ ഒരാൾക്കും അവകാശമില്ല. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബീൻ, ഹദീസ് സ്വഹീഹായി കിട്ടിയാലും അതാണ് എന്റെ മദ്ഹബ്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുർആനിൽ അത് ഉണ്ട് സഹോദര, ഹദീസിൽ ഇത് ഉണ്ട് സഹോദര, അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാര് പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സഹോദര എന്ന് ഏതെങ്കിലും ഒരു സഹോദരന്മാർ ഇപ്പോഴത്തെ കാലത്ത് വിളിച്ചു വരുത്തി കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തൊട്ട് കാണിച്ചു കൊടുത്താലും അവൻ പറയും നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, ഖുർആനും ഹദീസും എല്ലാം ഉള്ളത് തന്നെയാ, പക്ഷേ അത് എനിക്ക് അത്ര പെട്ടെന്ന് അത് മനസ്സിലാകുന്നില്ല, എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മുടെ ഈ കാലഘട്ടവും സാഹചര്യവും വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഒരു ഇതിന്റെ പേരാ സൂക്കട്, ഇതിന്റെ പേരാ അസുഖം. ഈ അസുഖത്തിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ. കൊണ്ട് പറയുക അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 32-ാമത്തെ ആയത്തിലും സിഹ്റുബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ, അതേപോലെ വേറൊരു വചനത്തിലും ജിന്നുബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ആയത്തുകൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണമേ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയല്ലാതെ ഈ ലോകത്തിന് മറ്റു മരുന്നൊന്നുമില്ല. എന്ത് വിഷയം വന്നാലും നമ്മൾക്കത് ശരിയാകുന്നില്ല എന്ന ധാരണ, അതിന്റെ പേര് അഖ്ലാനിയത്ത്. അതങ്ങനെ ഉരുണ്ട് കാണുന്ന ഒരു സാധനമൊന്നല്ല. അഖ്ലാനിയത്ത് എന്ന് പറഞ്ഞാൽ പ്രാമാണികമായി സ്ഥിരപ്പെട്ട വിഷയങ്ങളെ അംഗീകരിക്കാൻ കഴിയാതെ ബുദ്ധിയിൽ ഉദിക്കുന്ന ചിന്തയിൽ വരുന്ന കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക, അതിന്റെ പേര് അഖ്ലാനിയത്ത്. അങ്ങനെയുള്ളവരായിരുന്നില്ല മുൻഗാമികൾ. അവർക്ക് പ്രമാണങ്ങളിലേക്ക് മടങ്ങണമെന്നും ആവശ്യപ്പെട്ടവരായിരുന്നു. ഇത് നോക്കി നിങ്ങൾ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ലാ തുഖല്ലിദിനി നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. വലാ തുഖല്ലിദു മാലികൻ മാലിക്കിനെയും തഖ്ലീദ് അന്ധമായി അനുകരിക്കരുത്. വല ശാഫിഈ ഇമാം ഷാഫിഈയെയും അനുകരിക്കരുത്. വല ഔസാഇ വല തൗരി ആരെയും അനുകരിക്കാൻ പാടില്ല. വഖുദ് മിൻ ഹൈതു വഖദും അവരൊക്കെ എവിടുന്ന് എടുത്തോ അവിടുന്ന് നമ്മളും എടുക്കണം. എവിടുന്ന് അവരെടുത്തത്? ഖുർആനും ഹദീസും. ഇതിനെക്കാട്ടിക്കും വലിയോരെന്നല്ലല്ലോ ഇപ്പോഴുള്ള ആള് ആരായാലും. ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം ഔസാഇ, ഇമാം തൗരി അവരാരെയും നിങ്ങൾ അനുകരിക്കാൻ പാടില്ല, തഖ്ലീദ് ചെയ്യാൻ പാടില്ല. പ്രാമാണികമായ കാര്യങ്ങൾ സ്വീകരിക്കണം. അദ്ദേഹം വീണ്ടും തുടരുക, ലാ തുഖല്ലിദ് ദീനക അഹദൻ മിൻ ഹൗലാഇ ഈ പറഞ്ഞ ആരെയും ദീനിന്റെ വിഷയത്തിൽ അനുകരിക്കാൻ പാടില്ല. മാ ജാഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്വഹാബിഹി ഫഖുദ് ബിഹി പ്രവാചകനിൽ നിന്നും അവിടുത്തെ സ്വഹാബത്തിൽ നിന്നും എന്തു വന്നിട്ടുണ്ടോ അത് നിങ്ങൾ സ്വീകരിക്കണം. ഇനി ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് ഇബ്നു അനസ് പറയുന്നു, ഇന്നമ അന ബശർ ഞാനൊരു മനുഷ്യനാണ്, തെറ്റ് പറ്റും ശരി പറ്റും, എന്റെ അഭിപ്രായം നിങ്ങൾ നോക്കണം, നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്നതുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം. ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കാത്തതുണ്ടെങ്കിൽ ഒഴിവാക്കുകയും വേണം. നമ്മളൊരു ബുക്ക് എഴുതിയിട്ട് ആ ബുക്ക് ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ട് ഇതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്ത് ഈ ജാതി പത്തുവൊന്നും മുൻഗാമികൾ കൊടുത്തിട്ടില്ല. അത് ജനങ്ങൾ പഠിക്കരുത്, അറിയരുത് എന്നുള്ള ഒരുതരം ഭീഷണിയും പേടിപ്പെടുത്തലുമാണ്. ഖുറാഫികളുടെ കല്ലോട് നമ്മൾ പേടിച്ചിട്ടില്ല. നടല്ലേ ഇപ്പൊ കടലാത്തോണ്ടുള്ള ഏറിപ്പോ സർക്കുലർ കൊണ്ട് അത് പഠിക്കരുത്, ഇത് അങ്ങോട്ട് നോക്കരുത്, അത്തരം വിഷയങ്ങൾ പഠനവിധേയമാക്കരുത് എന്ന അള്ളാഹുവിന്റെ കിതാബിലെയും ഒരുപാട് ആയത്തുണ്ട്, ആയിരക്കണക്കിന് ആയത്ത്. ഒന്നാമത്തെ ആയത്ത് എന്താ? ഇഖ്റ വായിക്ക് പഠിക്കുന്നു പറഞ്ഞിട്ടാ.
അത് പഠിപ്പിക്കാണ്ട നമ്മൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലോ ആ ഭാഗത്തേക്ക് ഞാൻ ഇരിക്കുന്നില്ല, സമയം കുറവാണ്. ഞാൻ മനുഷ്യനാണ്, തെറ്റുപറ്റും ശരി പറ്റും. അതുകൊണ്ട് ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ സ്വീകരിക്കുക. പിന്നെ ലൈസ അഹദുൻ ബഅദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ വയുഖദു മിൻ ഖൗലിഹി വയുതറകു ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ശേഷം എല്ലാവരുടെ വാക്കിനും തള്ളാനും കൊള്ളാനും ഉണ്ടാകും, പ്രവാചകന്റെ വാക്കൊഴികെ. അതുകൊണ്ട് നിങ്ങൾ അതിലേക്കാണ് മടങ്ങേണ്ടത്. ഇത് ഇമാം മാലിക് പറഞ്ഞതാ. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി പറയുന്നു, ഹറാമുൻ അലാ മൻ ലം യഅരിഫു ദലീലി അയ്യുഫ്തിയ ബികലാമി. ഞാൻ എന്ത് തെളിവാണ് ഉദ്ധരിച്ചത് എന്ന് മനസ്സിലാകാതെ എന്റെ അഭിപ്രായം എടുത്ത് ഫത്വ കൊടുക്കൽ ഹറാമാണ്. ഇദാ ഖുൽതു ഖൗലൻ, ഇനി ഞാനൊരു അഭിപ്രായം പറയുന്നു, ആ അഭിപ്രായം യുഖാലിഫു കിതാബല്ലാഹി വ ഖബറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്റുകു ഖൗലി. ഞാൻ പറഞ്ഞ അഭിപ്രായം ഖുർആനിനും സുന്നത്തിനും എതിരാണെങ്കിൽ നിങ്ങൾ എന്റെ അഭിപ്രായത്തെ മാറ്റിവെക്കണമെന്ന് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് പറയുന്നു. അപ്പോ മുൻഗാമികളായ പിന്നെ ഇമാമുകളും സഹാബികളും താബികളും തബഉ താബികളും എല്ലാം തന്നെ പ്രമാണങ്ങളിലേക്ക് മടങ്ങണമെന്നുള്ള നയവും സമീപനം സ്വീകരിച്ചവരായിരുന്നു. സലഫികൾ എന്ന് പറയുന്നത് നമ്മൾക്കും വേണ്ടത് ഇതേ രീതിയാണ്. എങ്കിലേ നമ്മൾ വഴിപിഴക്കാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇനി സഹോദരന്മാരെ, ഈ പറഞ്ഞ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൽ തർക്കത്തിലിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ പ്രമാണത്തിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞല്ലോ, ഖുർആനിലേക്ക് മടങ്ങണമെന്നും പറഞ്ഞു, ഹദീസിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞു, ബുദ്ധിക്ക് പ്രാമുഖ്യം കൊടുക്കരുതെന്ന് പറഞ്ഞു, അല്ലാഹുവും റസൂലും വിളിച്ചാൽ അങ്ങോട്ട് ചെവി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്കിടയിൽ ആളുകൾപ്പെട്ട വലിയ പ്രശ്നങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആകെ പ്രശ്നമാണെന്ന് ഒരു പ്രശ്നമില്ല, ആകെ ഒരു പ്രശ്നമുള്ളൂ. ആ പ്രശ്നത്തെ പതുക്കെ മാറ്റിവെച്ചാൽ എല്ലാ പ്രശ്നവും തീരും. പിന്നെ എന്തൊക്കെ തർക്കങ്ങൾ? പ്രധാനമായും നമ്മുടെ റുഖിയ ശറയുമായി ബന്ധപ്പെട്ട് യായിബാദ് നമുക്കത് ഒഴിവാക്കാം, അതങ്ങോട്ട് വിടാം. കാരണം ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ അതിനെക്കുറിച്ച് നടന്നു കഴിഞ്ഞു. അത് ആർക്കും അള്ളാഹുവിന്റെ അടിമകളായ ജിന്നിനെയോ മലക്കിനെയോ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന വിശ്വാസം ആർക്കും ഈ ലോകത്ത് വിശ്വാസികളായിക്കൊണ്ട് ആർക്കും ഇല്ല. ഒരു കാലത്ത് പിന്നെ ശിർക്കിനെ ന്യായീകരിക്കുവാനും ശിർക്കിനെ താലോലിക്കുവാനും വേണ്ടി ലോകാടിസ്ഥാനത്തിലും അതുപോലെ കേരളാടിസ്ഥാനത്തിലുമുള്ള ഖുറാഫികളും ഖുബൂരികളും തെളിവായ ഉദ്ധരിച്ച ഒരു ഹദീസ്, അതിൽ അഭൗതികത ഇല്ല എന്നും അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അല്ല എന്നും പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആളുകൾ വിശദീകരിച്ചു കൊടുത്തൊരു ഹദീസ് മാത്രമാണ്. പക്ഷേ ഇപ്പോ നമ്മുടെ ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ, ബഹുമാന്യനായ അബ്ദുൽ ഖാദിർ കരുവംപോയി സാഹിബ് അദ്ദേഹം ഈ ചിന്തനത്ത് തുടർച്ചയായിട്ട് ഇപ്പൊ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ലേഖനങ്ങൾ വായിക്കുമ്പോ അത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തോന്നിപ്പോവുക, നമ്മളൊക്കെ ഇപ്പൊ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ ഇങ്ങനെ അതിര് കവിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആ പിന്നെ വിശദീകരണം കൊടുത്ത് അവസാനം അദ്ദേഹം പറയുന്നത് പല വിഷയങ്ങളിലും ഏതെങ്കിലും ദുരിതഘട്ടത്തിൽ ഹാളിറുണ്ടെന്ന ശബ്ദം കേൾക്കുമെന്നും സങ്കല്പിച്ച് ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു തേടിയാൽ, ഇത് പിന്നെ ജിന്നിനോടുള്ള തേട്ടം മനഹജ് മാറിയപ്പോൾ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 ലക്കം മുമ്പ് എഴുതിയ ലേഖന, അതിൽ ഒരുപാട് സങ്കല്പങ്ങൾ പറയുന്നുണ്ട്. ആരെ ഇവരോട് ഇങ്ങനെ സങ്കല്പിച്ച് വിളിക്കാൻ പറഞ്ഞത്? സമസ്തയിലുണ്ട് ഒരു മനുഷ്യൻ, സ്വപ്നജീവി എന്ന പേര്, കുറഞ്ഞ അപ്പ സ്വപ്നം കാണും. നമ്മൾ സങ്കല്പ ജീവികളായി മാറില്ല. ഇതൊരു ഹദീസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചില പണ്ഡിതന്മാർ ആ ഹദീസിന്റെ വിഷയത്തിൽ പറഞ്ഞു, ഹാദൽ ഹദീസു ഖാസിൻ ഇദൻ ഫലത്തി ഫിൽ അർഫി ബിഅർളിൽ ഫലാത്ത്, ഇത് ആ സ്ഥലത്തേക്ക് മാത്രം ഖാസാണ്, സംഗതി സഹീഹല്ല, ദുർബലമാണ്, വിളിക്കാൻ പറ്റൂല. ഇനി വേറെന്നുള്ളത് വിശദീകരിച്ചാൽ തന്നെ അത് അവിടേക്ക് മാത്രം ഖാസ, പ്രത്യേകമാണ്. പക്ഷെ ഇപ്പൊ സങ്കല്പിച്ചുകൊണ്ടിരിക്കാം, മലമുകളിൽ നിന്ന് വീഴുമ്പോ അല്ലെങ്കിൽ വാഹനം ഇടുമ്പോ പല സന്ദർഭങ്ങളിലേക്ക് സങ്കല്പിച്ച് കൊണ്ടുപോകാം. അങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? അതിനാവശ്യമൊന്നുമില്ലല്ലോ. എന്നാൽ അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, ഖുറാഫികളെ പോലെ അറബി പുസ്തകങ്ങളിൽ നിന്ന് തെളിവിന് കൊള്ളാത്ത ഇബാറത്തുകൾ കൊണ്ടുവന്നാൽ അണ്ണാക്ക് തൊടാതെ അതേപടി ഖുറാഫികളല്ല എന്ന് ബഹുമാന്യനായ അബ്ദുൽ ഖാദിർ കരുവംപോയി സാഹിബും വിചിന്തത്തിൽ എഴുതി വെച്ചു. ഞാൻ ചോദിക്കട്ടെ, ഏതാണ് ഈ വാറോലകള്? ഏതെങ്കിലും അറബികൾ എഴുതി വെച്ച ഖുറാഫ ഇബാറത്തുകൾ, വാറോലകൾ? ഇവിടെ സമസ്തയിലുള്ള മുസ്ലിയാക്കന്മാര് അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുമ്പോ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ എതിർക്കുമ്പോ ഈ വാറോലകളും ഈ നേതാക്കന്മാർ എഴുതി വെച്ച ഇബാറത്തുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് മറുപടി കൊടുക്കുന്നത്. എപ്പോഴത് വാറോലയായത്?
കിതാബ് വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത് വായിച്ചാൽ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാകാതെ പോയി ഇരിക്കുന്നു, അല്ലെങ്കിൽ വായി നോക്കുന്നില്ല എന്നൊക്കെയാണെങ്കിൽ അന്നോ അതങ്ങോട്ട് തൽക്കാലം മാറ്റിവെക്കുക എന്നല്ലാതെ ജനങ്ങൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇവിടെ ഒരു സംഘം ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന നിലക്കുള്ള വിശദീകരണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ തൗഹീദ് പ്രബോധനത്തെ അല്ലേ സഹോദരന്മാരെ ബാധിക്കുക. അതുകൊണ്ട് പണ്ഡിതന്മാരെ നിങ്ങളോട് പറയാനുള്ളത് ആവശ്യമില്ലാത്ത ചർച്ചകൾ കൊണ്ടുവന്ന് നമ്മുടെ തൗഹീദ് പ്രബോധന രംഗത്തെ തടസ്സപ്പെടുന്നത് എന്ന് മാത്രമാണ്. ഈ കരുവുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ 2007 ഫെബ്രുവരി 14 ഇറങ്ങിയ സമസ്തക്കാരുടെ പരിപാടികൾ എന്ന് പറയുന്ന വിശദമായ ഒരു ലേഖനമുണ്ട്. മുജാഹിദ് തൗഹീദ് പ്രതിസന്ധിയിലോ ശംശാക്കന്മാർ ചോദ്യമായിരുന്നു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, കാര്യകാരണത്തിന് അകത്ത് ചോദ്യങ്ങൾ വന്നപ്പോ അതിന് അന്ന് ഇദ്ദേഹം കൊടുത്ത മറുപടിയുണ്ട്. ആ മറുപടി വ്യക്തമാണ്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. 8 പതിറ്റാണ്ട് കാലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് വിമർശകന് മനസ്സിലായിട്ടില്ല. മനുഷ്യർക്ക് അദൃശ്യമായതും മലക്കുകൾക്കും ജിന്നുകൾക്കും ദൃശ്യമാകുന്നതും മനുഷ്യ കഴിവിൽ പെടാത്തത് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽ പെടുന്നതും മുജാഹിദുകൾ ഒരു കാലത്തും ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മനുഷ്യന് കഴിയാത്തതും ചിലപ്പോൾ ജിന്നുകൾക്ക് കഴിയും, മനുഷ്യന് കഴിയാത്തത് ചിലപ്പോൾ മലക്കുകൾക്ക് കഴിയും. അതുകൊണ്ട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരിക്കലും ഇബാദത്തല്ല എന്ന് ബഹുമാനായ കരുവമ്പോൽ സാഹിബ് 2000 എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുടരുകയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറമുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയത്. അദൃശ്യമാർഗത്തിലൂടെയുള്ള ഗുണദോഷങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് ഇബാദത്തിന്റെ നിർവചനമായി എഴുതിയതിനോടൊപ്പം മനുഷ്യരിൽ നിന്ന് അതീതമായി മലക്കുകളുടെയും ജിന്നുകളുടെയും അറിവിനെയും കഴിവിനെയും അംഗീകരിച്ചും ചേർത്ത് വായിക്കുന്ന മന്ദബുദ്ധിയല്ലാത്ത ഏതൊരാൾക്കും വസ്തുത ബോധ്യമാകും. ഇപ്പാർക്കം മന്ദബുദ്ധി എന്ന ആലോചിച്ച സഹോദരൻ വായിക്കണം, ആ പണ്ഡിതൻ വായിക്കണമെന്ന് ഞാനും ഒന്ന് ഉപദേശിക്കുകയാണ്. അദ്ദേഹം വീണ്ടും മലക്കുകൾ രക്ഷപ്പെടുത്തുന്നത് ഏത് വിധത്തിലാണ് എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ് എന്ന് വെച്ച് മലക്കുകളിൽ നിന്ന് മേൽപ്പറഞ്ഞ ഉപകാരം നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല. ഇപ്പൊ കൂട്ടത്തോട് ചെയ്യേണ്ടിരുന്നൊക്കെ തോന്നുന്നത് മറ്റേ കാക്ക തൗബ കൊണ്ട് നടക്കുക അനസ് മുസ്ലിയാർ, അത് ശിർക്കല്ല എന്ന്. എന്നിട്ടോ കാരണം പറയാണ്, കാരണം മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ സഹായം ഇപ്പൊ പറഞ്ഞത് സഹായിക്കാൻ കഴിയൂല എന്നാണല്ലോ. സഹായം ചെയ്യാൻ കഴിയും ആരെ പറഞ്ഞത്? എവിടെ പ്രമാണമുള്ളതും ചോദിക്കുന്ന കാര്യം. അതായത് ഓരോ ആൾക്കാർക്ക് ഓരോ ജോലി എഴുത്തുകാരായിരിക്കും. ഓരോരുത്തർ കുറെ എഴുതിയിലേക്ക് സമാധാനം വരില്ല. ചില ആൾക്കാരുണ്ടെങ്കിൽ പരമ്പര ഇങ്ങനെ എഴുതി ഒരുപാട് പേരിൽ പലതരത്തിലുള്ള കഥകളായിരിക്കും ഒക്കെ നമ്മുടെ ഔദ്യോഗിക പത്രങ്ങളിലും മാസികകളിലും വീക്കിലികളിലും. അത് അവർക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ചും പരമ്പരാകുമ്പോഴേക്ക് വലിയ താല്പര്യം. ഞാൻ പറയാണ്, മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ സഹായം അവരുടെ പ്രകൃതിക്ക് അധീനമാണ്, അതീതമല്ല. അതുകൊണ്ട് അത് ശിർക്കില്ല എന്ന് അന്ന് പറഞ്ഞ അതേ സഹോദരൻ ഇപ്പൊ വിശദീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. ശിർക്കാണ്. എന്നിട്ട് അവസാനം പറയാണ്, ഏതെങ്കിലും അറബി ഇബാദത്ത് കൊണ്ടുവന്നാൽ അത് അല്ലാഹ്ക്ക് തൊടാതെ ഒഴുകുന്ന ഖുറാഫികളല്ല നമ്മുടെ മുജാഹിദുകൾ എന്ന്. ഞാൻ ചോദിക്കട്ടെ, യാ ഇബാദ്, അപ്പോൾ വിശദീകരിച്ചുള്ള ചില കാര്യങ്ങൾ. യാ ഇബാദല്ലാഹ് എന്ന വിളി അഭൗതികമായ സഹായം പ്രതീക്ഷിക്കലാണെന്നും അതിനാൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതന് എന്ന് ചോദിക്കാൻ തുടങ്ങിയതാ. ശിർക്കല്ല എന്ന് പറയുന്ന ഒട്ടനവധി സലഫി പണ്ഡിതന്മാർ ഉമർ മൗലവി പോലും അവസാനം നമുക്ക് ഇപ്പൊ കിട്ടി. വലിയ ഗീർവാണം വിട്ടടയ്ക്കുന്നു. ആ വെടി തൂറ്റിപ്പോയി. എന്താ കാട്ടുക? നമുക്ക് ഉമർ മൗലവിനെയും കിട്ടൂല, അമാനി മൗലവിനെയും കിട്ടൂല, ഖേര മൗലവിനെയും കിട്ടൂല, ഒരു സലഫി പണ്ഡിതനും കിട്ടൂല. കാരണം അതൊക്കെ വാറോലകളല്ലേ. എന്നാ അതൊക്കെ വാറോലയായി മാറിയത്? സഹോദരന്മാരെ, ശിർക്കില്ല എന്ന് സലഫി പണ്ഡിതന്മാരുടെ പേരും ഉദ്ധരണികളും നമ്മൾ വിശദീകരിച്ചപ്പോഴാണ് അതൊക്കെ വാറോല എന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം, ഈ ഹദീസ് ലഈഫാണ് എന്ന് ആര് പറഞ്ഞു? സാഹിബ് ഹദീസ് പരിശോധിച്ചിട്ട് അതിന്റെ പരമ്പരയിൽ ഇന്ന ആളുകളൊക്കെ ഉണ്ട്, ആ ആളുകളുടെ ജീവിതം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ ഇന്നതൊക്കെയാണ്. ആ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഇതിൽ ഇന്നയാളുണ്ട്, അദ്ദേഹം ഇന്ന സ്ഥലത്ത് ജനിച്ചവനാണ്, ഇന്ന സ്ഥലത്ത് പഠിച്ചയാളാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവം ഇന്നതാണ്. അതുകൊണ്ട് ഈ ഹദീസിൽ ഈ വ്യക്തി ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകാര്യമല്ല. ഇത് കരുവമ്പോലി കണ്ടുപിടിച്ചതാ ആണോ? ഈ കെ മന്നൂർ സാഹിബ് കണ്ടുപിടിച്ചതാ അല്ല. ഈ ഹദീസിൽ പ്രാർത്ഥനയില്ല എന്ന്, ശിർക്കില്ല എന്ന് ഏത് വാറോളയിലാണ്? അതാണ് വാറോള
ഹദീസുകൾ ദുർബലമല്ല എന്നും പറഞ്ഞത്. ശരിക്കും മനസ്സിലാക്കുക, ഈ ഹദീസിൽ ശിർക്കില്ല എന്ന് ആരാണോ പറയുന്നത് അവർ തന്നെയാണ് ഈ ഹദീസിൽ എന്ന് പറഞ്ഞത്. അവനാണ് വേണ്ടത് സ്വീകരിക്കാം, വേണ്ടാത്തത് ഒഴിവാക്കാം. ഇത് എവിടുത്തന്നെയായ ഈ ഹദീസ് നമ്മൾ പറഞ്ഞല്ലോ. ഈ കാലഘട്ടത്തിൽ അക്കലാറികൾ കണ്ടുപിടുത്തതുമല്ല, മുൻഗാമികളായ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞതാ. അത് ദുർബലമാണ് പണ്ഡിതന്മാർ പറഞ്ഞോ. പണ്ഡിതന്മാരാണ് തിരുവനന്തപുരത്ത് വെച്ച് സമ്മേളനം നടത്താൻ അവകാശമുള്ളത് ഞാൻ ചോദിച്ചു. മിനിഞ്ഞാന്ന് എന്നെ ഒരാൾ ദുബായിൽ നിന്ന് ഫോൺ വിളിച്ചു. എനിക്ക് അദ്ദേഹത്തോട് സന്തോഷമുള്ളൂ. കാരണം എന്നെ കുറിച്ച് കേട്ടപ്പോൾ നേരിട്ട് വിളിച്ചല്ലോ, നിങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ എന്ന് കരുതിയിട്ടാ വിളിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ ചോദ്യം? മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് പോകരുതെന്ന് ഫദ്ലുല്ലാ കുമരി പറഞ്ഞിട്ടുണ്ട്. ദുബായിൽ ആകെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാനൊക്കെ വലിയ ശല്യമായിരുന്നു. കാരണം ആയത്തോ ഹദീസ് ഓതിയപ്പോ ഒന്ന് പോകാൻ പറഞ്ഞതല്ലേ, കുഴപ്പമൊന്നുമില്ല. റിസ്ക് തരുന്ന ആള് അള്ളയാണ്. ഞാൻ സമ്മേളനത്തിൽ പോകരുത് എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ, വല്ലാഹി അല്ലാഹുവോട് സത്യം പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 2012 വരെ ഉമർ മൗലൂദ് അങ്ങോട്ട് നമ്മൾ എത്തിയല്ലോ. അതിന് മുമ്പ് സലഫി പണ്ഡിതന്മാരും ഇനി കേരളത്തിലെ മാത്രം എടുക്കുക. KM മൗലവി മുതൽ ഇങ്ങോട്ട് ഉമർ മൗലവിയും ഡോക്ടർ ഉസ്മാൻ സാഹിബും മുജീദ് മദനിയും അതുപോലെ ഉമർ മൗലവിയും KPയും ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ യാ ഇബാദ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അതിന് പണ്ട് നമ്മൾ വിഘടിക്കുന്നതിന് മുമ്പ് ശബാബിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ശിർക്കുണ്ട് എന്ന് ഇന്നേ വരെ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അത് ശിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല, ആ നിലയ്ക്ക് വിശദീകരിച്ചില്ല. പക്ഷേ 2012 എത്തിയപ്പോൾ ചില താൽപര്യ കക്ഷികളുടെ താൽപര്യത്തിന് വേണ്ടി സംഘടനയെ പിടിച്ചടക്കാൻ, അതിലൂടെ തങ്ങളുടെ ഭൗതികമായ താല്പര്യം നടത്തിക്കൊണ്ടുപോകാൻ ചില ആളുകൾ ഈ സംഘടനയെ നശിപ്പിക്കാൻ ഇറങ്ങി. അപ്പോൾ പറഞ്ഞു ഇത് ശിർക്കാണ് എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, 2012 വരെ നമ്മൾ ശിർക്കിലായിരുന്നു, ഇപ്പോഴാണല്ലോ തൗഹീദ് മനസ്സിലായത്. എങ്കിൽ നവോത്ഥാനത്തിന് ഒരു നൂറ്റാണ്ട് എവിടെ? ആകെ 4-5 മാസമായിട്ടുള്ളൂ. ഇതായിരുന്നു എന്റെ ചോദ്യം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നവോത്ഥാനമായിട്ടില്ല, നവോത്ഥാനത്തിന് നൂറ്റാണ്ടായിട്ടില്ല. അതുകൊണ്ട് സമ്മേളനം നവോത്ഥാനത്തിന് ഒരു നൂറ്റാണ്ടെന്ന പേരിൽ വെക്കാൻ എന്തവകാശം എന്നാ ഞാൻ ചോദിച്ചത്. അല്ലാണ്ട് സമ്മേളനത്തിന് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞിട്ടുമില്ല. പോകണെല്ലാരും പോയാലേ ഈ അക്കലാരിയത്ത് എന്താന്ന് ഒന്നുകൂടി ബോധ്യപ്പെടുള്ളൂ. അപ്പൊ ഹക്കിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അദ്ദേഹം വലിയ പേന എടുത്തല്ലോ, പിന്നീട് വന്ന സിയന്നിന്റെ, പിന്നീട് വന്ന ചേകനൂരികളുടെ, പിന്നീട് വന്ന പിന്നെ മട്ടൂരികളുടെ അതേ മാതൃക പിൻവലിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തെ വ്യാഖ്യാനം ചെയ്ത് പച്ചയായി ന്യായീകരിച്ച് പ്രസംഗിക്കുകയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുസ്തകത്തിൽ ആ ദുർവ്യാഖ്യാനം എഴുതിപ്പിക്കുകയും ചെയ്തപ്പോ എന്തേ കരുവമ്പോഴിന്റെ പേര് നീങ്ങാഞ്ഞത്? മഷി വച്ചിപ്പോയോ? ചോദിക്കട്ടെ, മഷി വെച്ചിപ്പോയോ? അതോ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞെല്ലാം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ഖുറാഫികളായി പോയോ നിങ്ങൾ? ഞങ്ങൾക്ക് നിങ്ങൾ പേനയെടുത്തിലെഴുതി വിശദമായി എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഈ ഖുർആൻ ദുർവ്യാഖ്യാനത്തിനെതിരെ, ഈ ന്യായീകരണത്തിനെതിരെ ഒന്നും ഇടാത്തത് ഖാദിയാനികളുടെ ഖുർആൻ ദുർവ്യാഖ്യാനം വിശദമായി പരമ്പരകളായി EK മന്നൂർ സാഹിബ് എഴുതാറുണ്ട്. എന്റെ മന്നൂർ സാഹിബ് ഇങ്ങനെ ഒരു ദുർവ്യാഖ്യാനം വന്നപ്പോ അതിനെതിരെ പേന ചലിപ്പിക്കാഞ്ഞത്, ഹദീസിനെ പച്ചയായി പരിഹസിച്ച്, ഹദീസിനെ പച്ചയായി നിഷേധിച്ച് ബുഖാരി തോടിലേക്ക് എറിയണമെന്ന് പറഞ്ഞപ്പോ എന്തോ മിണ്ടാരി പേന പൊന്താഞ്ഞത്? പള്ളി മിമ്പറിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്ന CD ടവറിൽ നിന്നുകൊണ്ട് ഹദീസുകളെ പരിഹസിച്ചപ്പോൾ എന്തോ നിങ്ങളുടെ പേന പൊന്താഞ്ഞത്? അപ്പോ ഇതൊന്നും ദീനും ദാവത്തും ഒന്നും അല്ല, കിട്ടുന്ന ശമ്പളത്തിന്റെ ചോടി എന്നും മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ. ഇവിടെ EK മന്നൂർ സാഹിബ്, ഇത് ഞാൻ പേരിട്ട് പറഞ്ഞത് ആക്ഷേപിക്കാറില്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. EK മന്നൂർ സാഹിബ് വിചിന്തനത്തിൽ ഇപ്പൊ തുടർച്ചയായിട്ടൊരു ലേഖനം തുടങ്ങിയിട്ടുണ്ട്. എന്താണ്? ജിന്ന് വിഷയം സക്കരിയ സ്വലാഹി എടുത്തിട്ട് പ്രശ്നമാക്കിയതാ. നമുക്കൊരു കാര്യം ഇഷ്ടല്ലെങ്കിൽ അത് വിവാദാക്കാന്ന് അതിന്റെ പേര്. സഹോദരന്മാരെ, ഈ വിഷയം സക്കരിയ സ്വലാഹി ആണോ കൊണ്ടുവന്നത്? അല്ലല്ലോ. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് മുമ്പ് എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്, എത്രയോ സമയം പഠന വിധേയമാക്കിയിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 1980-കളിൽ പാലക്കാട് ജില്ലാ വിഷയം പ്രസംഗിക്കുകയും 12 കാസറ്റുകൾ
ലഭ്യമാണ്. അബുദാബി പോയാൽ കിട്ടും. 12 കേസറ്റ്. അന്ന് എന്ത് ആരും പ്രതികരിക്കാഞ്ഞത്? അന്ന് അഖിലാനിയാക്കളില്ല. അതിനെ ഇപ്പൊ ചില അഖിലാനിയാക്കൾ ഈ പ്രസ്ഥാനത്തെ വലിച്ചു കെട്ടാൻ ശ്രമിക്കുന്ന ചില ആളുകൾ രംഗത്തുണ്ട്. ചില ചാരന്മാരുണ്ട്. ആ ചാരന്മാർക്ക് വേണ്ടി ഇല്ലാത്തത് കൊണ്ട് അന്ന് ആരും രംഗത്തിറങ്ങിയില്ല. നിങ്ങൾക്കറിയോ, ഇതിനെ കുറിച്ച് വിശദീകരിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 10 മിനിറ്റ് വൈകിയാലും സഹോദരന്മാർ ക്ഷമിക്കുക. മുഖ്യ ശത്രു എന്ന പേരിൽ, മനുഷ്യന് യഥാർത്ഥ ശത്രു എന്ന പേരിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ പ്രബന്ധം. ഇത് 1971 പിന്നെ സൽസബിയിൽ ആരംഭിച്ചു. ഫെബ്രുവരിയിൽ അദ്ദേഹം ഈ ലേഖനം തുടങ്ങി. ഈ ലേഖനം തുടങ്ങിയപ്പോ അദ്ദേഹം പ്രബന്ധം എഴുതി. ആ പ്രബന്ധത്തെ കുറിച്ച് NV അബ്ദുസ്സലാം മൗലവി, ഉമർ മൗലവിയുടെ പ്രവർത്തനത്തെ കുറിച്ചും അതുപോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ എഴുത്തിനെ കുറിച്ചും അന്ന് NV അബ്ദുസ്സലാം മൗലവി അരീക്കോട് എഴുതിയ ഒരു കാര്യം. ഇപ്പോ അരീക്കോട് ഞങ്ങളുടെ ഭാഗത്തും ജിന്നും ശൈത്താനും ഇല്ല എന്നാണ് വിജയത്തിൽ ഇരിക്കാൻ പന്നൂർ എഴുതുന്നത്. അവിടെ ശൈത്താന്റെ ആവശ്യമില്ല എന്നൊക്കെ തോന്നുന്നത്. അരീക്കോട് ആ ഭാഗത്തും ജിന്നു ശൈത്താനുമില്ല, വേറുള്ളടത്തൊക്കെ ഉള്ളൂ എന്നാ. അരീക്കോട് ആ ലോകം, വേറെ ലോകം ഈ ഭാഗത്ത് ഇവിടെ ഇല്ലേ? അരീക്കോട് മാത്രമേ ഉള്ളൂ. ഇവിടെ അബ്ദുസ്സലാമിയെ പോലത്തെ ആളുകൾ തൗഹീദ് പഠിപ്പിച്ചപ്പോ പിന്നെ അവിടെ ജിന്നു ശൈത്താനൊന്നും ഉണ്ടായിട്ടില്ല. സുഹൃത്തെ, തൗഹീദ് ജിന്നു ശൈത്താനും വരിക. അതിന് അമാനുമാരുടെ ദർശനം വായിച്ചാൽ മതി. അബ്ദുസ്സലാം മൗലവി കേട്ടോളിയും. ഡോക്ടർ എം ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വളരെ സന്ദർഭോചിതവും പഠനാർഹമായിട്ടുണ്ട്. ഇതിനെ കുറിച്ചാ പറഞ്ഞത്. ജിന്ന്, ശൈത്താന്, കരീന്, മറഞ്ഞ ഭൗതികം, അഭൗതികം, ഇത് വിശദീകരിച്ചതാ. ഇതെന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ? പിറകോട്ട് കുത്തി വലിക്കുന്നവൻ, പിടിച്ചു വലിക്കുന്നവൻ. അത് ചില്ലറക്കാരെന്നല്ല, കാര്യപ്പെട്ട പറഞ്ഞല്ലോ. ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വളരെ സന്ദർഭോചിതവും പഠനാർഹമായിട്ടുണ്ട്. പിശാചിന്റെ പ്രവർത്തനത്തിന് കളമൊടുക്കുന്ന പണ്ഡിതന്മാരെ പറ്റിയുള്ള മുന്നറിയിപ്പും വളരെ ഉപകാരപ്രദമാണ്. എന്നെപ്പറ്റി മറ്റുള്ളവർ എന്ത് പറയും, എന്നെപ്പറ്റി മറ്റുള്ളവർ എന്ത് പറയും എന്ന വിചാരം പലരെയും സത്യം തുറന്ന് പറയുന്നതിനും തടയാറുണ്ട്. ഇത് വലിയൊരു രോഗ. ഈ രോഗത്തെ അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എന്താണ് ധൈര്യമല്ല പലർക്കും. കാരണം KP ജീവിച്ചിരിപ്പുണ്ട്. KP സാത്വികനായിരുന്നു, നല്ല പണ്ഡിതനായിരുന്നു. അങ്ങനത്തെ ഇഖ്ലാസുള്ള പണ്ഡിതന്മാരെയും നേതൃത്വത്തെയുമാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. ഈ അഖിലാനാക്കളല്ല, അല്ലാതെ കേരളീയത പറയല്ല. കേരളം ഈ കടന്നുകൂടിയ ചില ബാക്ടീരിയകളും ചില വൈറസുകളും ഉണ്ട്. അതിലെ അവ്യക്തകളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. മോശമായ ഒന്നുമല്ല. നോക്കി നിങ്ങൾ, ഞാൻ പറയാ, ചില സത്യങ്ങൾ ജനങ്ങൾ എന്ത് കേൾക്കുമെന്ന് കരുതി മറച്ചു വെക്കുന്ന ആളുകളുണ്ട്. ദുബായിൽ കഴിഞ്ഞ സെപ്റ്റംബറിലായെന്ന എന്റെ ഓർമ്മ. ഞാൻ അവിടെ ഉള്ള സന്ദർഭമാണ്. നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി അവിടെ വന്നു. ഒരു യോഗം, ആ യോഗത്തിൽ ഞാനുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് TP പറഞ്ഞ വാക്ക് ഞാൻ ഇന്നും ഓർക്കുന്നു. നമ്മൾ ഈ ജിന്നും സിഹറും കണ്ണുകളും ഇതൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്കിടയിലൂടെ തല ഉയർത്തി നടക്കാൻ കഴിയുന്നില്ല. പ്രമാണം കയ്യിലുണ്ടെങ്കിൽ എന്തിനാ തല താത്തുന്നത്? പ്രമാണത്തോടാണ് ബന്ധമുണ്ടെങ്കിൽ എന്തിനാ തല താത്തുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ കാര്യങ്ങളൊക്കെ പഴഞ്ചനായിട്ട് തോന്നണേ. എങ്ങനെ ഇപ്പൊ ജനങ്ങളൊക്കെ പറയാ? സഹോദര, പ്രാമാണികമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ പഴഞ്ചനല്ല. എനിക്ക് അന്ധവിശ്വാസമായി തോന്നുന്നുവെങ്കിൽ ഞാൻ നോക്ക് മാറി നിൽക്കുക എന്നുള്ളതല്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനം നശിപ്പിക്കുവാനാരും കൂട്ടു നിൽക്കരുത് എന്ന് പറയാനുള്ളൂ. സലാമോണി പറയാനും ചില ആളുകൾക്ക് സത്യം തുറന്ന് പറയുന്നതിൽ തടയാറുണ്ട്. എന്നാൽ കേട്ടോളൂ, ഡോക്ടർ ഉസ്മാൻ സാഹിബും ഉമർ മൗലവിയും പരിഷ്കാര ഭ്രമക്കാരായ ആധുനിക പുത്തൻകൂട്ടുകാർ തങ്ങളെപ്പറ്റി സമുദായ മധ്യേ പ്രചരിപ്പിക്കുവാനിടയുള്ള പഴഞ്ചന്മാർ എന്ന ഓമന പേരിനെ വകവെക്കാതെയും മുഖം നോക്കാതെയും സത്യങ്ങൾ തുറന്ന് പ്രസ്താവിച്ചു കാണുന്നതിൽ സന്തോഷമുണ്ട്. സ്നേഹിതന്മാരുടെ യാക്കൽ വകവെക്കാതെ ജീവിക്കാൻ കഴിയുന്നത് വമ്പിച്ച നേട്ടമാണ്. എത്ര നല്ല നേതൃത്വം അല്ലെ, എത്ര നല്ല പണ്ഡിതന്മാര്. ഇത് സലാമോലി പറഞ്ഞതാ. ഇത് ഉമർ മൗലവി പറഞ്ഞേക്ക് നിങ്ങൾ ഡോക്ടറിനെ സംബന്ധിച്ച്. സൽസബീലിൽ 1971 ഫെബ്രുവരിയിൽ ആരംഭിച്ചു. ഒരു കൊല്ലം ത്രൈമാസികയായിരുന്നു. പിന്നീടാണ് മാസികയാക്കിയത്. ത്രൈമാസിക 2, 3, 4 ലക്കങ്ങളിൽ എന്റെ ബഹുമാന്യ സുഹൃത്തും KNM സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പിശാച് എന്ന വിഷയത്തെ കുറിച്ച് എഴുതിയ ദീർഘമായ ലേഖനം സംയോജിപ്പിച്ചുകൊണ്ട് പുനഃപ്രസിദ്ധീകരണം നടത്തുകയാണ്. KNMന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ സാഹിബ് അന്നത്തെ പ്രസിഡന്റിന് വിവരമുണ്ടായിരുന്നു. അന്നത്തെ പ്രസിഡന്റിന് പ്രമാണത്തോടെ താല്പര്യമുണ്ടായിരുന്നു.
എന്നേ സൂചിപ്പിക്കുന്നുള്ളൂ. ഇനി പറയാ, നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന പ്രഗത്ഭമായ ഒരു ഗവേഷണ പ്രബന്ധമാണിത്. ഏത്? ജിന്നു ശൈത്താനും. പിന്തിരിപ്പെന്നല്ല, പഠനമെന്നല്ല, വലിയെന്നല്ല, ഇത് നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന പ്രഗത്ഭമായ ഒരു ഗവേഷണ പ്രബന്ധമാണിത്. ഇസ്ലാമിക വിജ്ഞാനത്തിൽ ഈ വിഷയമായി മലയാളത്തിൽ ഇതുവരെ ആരും ഇത്ര പ്രഗത്ഭമായി എഴുതിയിട്ടില്ലെന്നാണ് എന്റെ അറിവ്. ആധുനിക വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറക്കും എന്നെ പോലെയുള്ളവർക്കും ഈ രചന ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നു. പഠിക്കേണ്ട പോലെ പഠിക്കുക, മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുക, ഗ്രഹിക്കേണ്ട പോലെ ഗ്രഹിക്കുക എങ്കിൽ പ്രമാണത്തോടൊപ്പം നിൽക്കാൻ സാധിക്കും. ഇനി എന്നിട്ട് ഈ പുസ്തകത്തിൽ ഇങ്ങനെ അദ്ദേഹം ഉസ്മാൻ സാഹിബ് ജിന്നുമായി ബന്ധപ്പെട്ട പിശാചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ഒരു കാര്യം പറയുന്നത് വായിച്ച് കേൾപ്പിക്കാം. നല്ല ജാതികൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണർന്നിരുന്നോളി. എന്നിട്ട് ഉസ്മാൻ സാഹിബ് പറഞ്ഞത് കേട്ടോളി. എന്നിട്ട് ആരാണ് സംഘടനയോടൊപ്പം, ആരാ സംഘടന പുറത്ത്, ആരാണ് മുൻകാല നേതാക്കന്മാരെ പഠിപ്പിച്ച ആദർശത്തിൽ ഉള്ളത് എന്ന് ഇന്നൊന്ന് പോയി മനന്ന് കിടന്ന് ചിന്തിക്കുക. എന്നൊരു പരിസരത്തിലുള്ള നവമടവൂരികൾ വായിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. കേട്ടോളൂ, ജിന്നിനെയും ജിന്നിൽ നിന്നുള്ള പിശാചുക്കളെയും നിഷേധിക്കുന്നവർക്ക് ഖുർആനിൽ വന്നിട്ടുള്ള ഈ കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് മാറ്റിമറിക്കുന്നവർക്ക് പൈശാചിക പ്രേരണകൾ വരുമ്പോൾ അല്ലാഹുവെ ഓർമ്മിക്കുവാനോ മനസ്സിലാക്കുവാനോ ഒന്നും ഉണ്ടായിരിക്കുകയില്ലല്ലോ. അതെല്ലാം അവരുടെ മാനസിക പ്രവർത്തനങ്ങളും ചിന്തകളുമായി അവർ കാണുകയുള്ളൂ. യഥാർത്ഥത്തിലും ഈ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതും ഇത് മഹത്താണെന്നും ശാസ്ത്രീയമാണെന്നും അവരുടെ മനസ്സുകളിൽ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിശാച് തന്നെയാണ്. പിശാചിന്റെ സഹോദരങ്ങളായി മാറുന്ന ഇത്തരക്കാർ പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഡർനേക്ക് ക്യാ ബാത്ത് ഹൈ ഹം ഔർ വോ സബ് ഏക് ഹി ദോസ്ത് പറഞ്ഞല്ലോ ഒരാൾ. അയാളെ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ കൊന്നാണ് ഭായി ഭായിയാന്നുണ്ടല്ലോ, പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറയാ, പിശാച് തന്നെയാണ്. പിശാചിന്റെ സഹോദരങ്ങളായി മാറുന്ന ഇത്തരക്കാർ വിരമിക്കാതെ മുന്നോട്ട് പോകുന്നു. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാനും ഹദീസുകൾ തോട്ടിലെറിയാനും ഇസ്ലാമിൽ എല്ലാമുള്ള സംരംഭങ്ങളുമായി പ്രസംഗിച്ചും എഴുതിയും നടക്കുന്ന ഇവരും ഇവരുടെ കൂട്ടാളികളായ പിശാചുക്കളും തമ്മിൽ ബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദുർമാർഗത്തിൽ നിന്ന് വിവരിക്കാതെ മുന്നോട്ട് വിഹരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നറിയിപ്പ് മറക്കാതെ മനുഷ്യവർഗത്തിലെ ശത്രുവിനെയും അവന്റെ കൂട്ടുകാരെയും സൂക്ഷിക്കുക. പേടിക്കുക. ഇന്ന് പേടിക്കേണ്ടെന്നാണെങ്കിലും അന്ന് നമ്മളോട് നേതാക്കന്മാര് പറഞ്ഞത് പേടിക്കുക. അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരെ പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുക. എന്നൊരു സഹോദരന്മാരെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഈ പുസ്തകം എഴുതി ഒരു 5 മിനിറ്റ് കടം ചോദിക്കാം, ചോറേക്കാനല്ലേ വൈകുള്ളൂ, നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഉസ്മാൻ സാഹിബ് പുസ്തകം എഴുതിയപ്പോ ഇതിന് 1-2 ആളുകൾ മറുപടി എന്ന വിമർശനമായിക്കൊണ്ട് അതിൽ ഒന്ന് അബ്ദുസ്സമി എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയത്. അബ്ദുസ്സമി എഴുതിയ ആ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങള്. അതിൽ ഒന്ന് അദ്ദേഹം പറയാണ്, എനിക്ക് ആശയക്കുഴപ്പം ബാധിച്ചിട്ടില്ല. ഡോക്ടറോട് പറയാം, ഒരു ഒറ്റ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചോദ്യങ്ങളെ കുറിച്ച് ചില ചോദ്യങ്ങൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ അനുവാചകരെ വസ്വാസിലാക്കുന്ന വിധം ഇസ്രായേലിയത്തിന്റെയും ഖുറാഫാത്തിന്റെയും വാതിൽ തുറന്നു കൊടുക്കുകയാണ് പ്രസ്തുത മറുപടിയിൽ ഡോക്ടർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ ബുക്കിന് ഈ പ്രബന്ധം എഴുതിയപ്പോ അന്ന് അബ്ദുസ്സമീർ മറുപടി കൊടുക്കുകയാണെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഖുറാഫാത്തിന്റെ വാതിൽ തുറന്നു. അപ്പൊ ഇപ്പൊ ആരാ അത് പറയുന്നത്? ആരാ ഇപ്പൊ സംഘടനക്കകത്ത് നിൽക്കേണ്ടവർ? ആരാ പുറത്തു പോകേണ്ടവർ? പുറത്തു പോടാന്നൊക്കെ ചില ആൾക്കാർ പറയാനുണ്ട്. എന്തിനാ വെറുതെ കരഞ്ഞിട്ട് ശബ്ദം കളയണത്? നമ്മൾ അങ്ങനെ പോടൊന്നുമില്ല. ഇനി പുറത്താക്കിയാൽ തന്നെ ഞങ്ങൾക്ക് രജിസ്റ്റേർഡ് മുജാഹിദ് ആവശ്യമില്ല, ആദർശ മുജാഹിദ് ഉണ്ട്, അതിന് രജിസ്റ്റൊന്നുമല്ല. മുജാഹിദ് നിങ്ങൾ പുറത്താക്കി എന്നുള്ള എഴുതി ഒപ്പിട്ടാലും പുറത്തു കണ്ടാക്കാലും രജിസ്റ്റേർഡ് മുജാഹിദ് ഉണ്ടല്ലോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. സംഘടനാപരമായി ആദർശപരമായി ഞങ്ങളുടെ നേതാക്കന്മാരായി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിടത്ത് ഞങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പേര് തന്നെ വെട്ടി ഒഴിവാക്കിയാലും ഞങ്ങളുടെ മനസ്സിലും പൊതുജനങ്ങളുടെ മനസ്സിലും ഈ ആദർശ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. രജിസ്റ്റേർഡ് മുജാഹിദിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. അതും ആധാരങ്ങളെ തന്നെ കയ്യിലൂടെ പെട്ടിയിൽ വെച്ചിരുന്നോളി. പിന്നെ അദ്ദേഹം പറഞ്ഞ 2ാമത്തെ ആരോപണത്തിൽ നിങ്ങൾ അന്ധവിശ്വാസത്തിന്റെ വളർത്തുപുത്രന്മാരായ ആളുകൾ പടച്ചുവിടുന്ന ഉപരിസൂചിത റിപ്പോർട്ടുകളും കഥകളും ശേഖരിച്ച് ശരിവെച്ച് പ്രസിദ്ധീകരിക്കുന്നത് ശിർക്കും അന്ധവിശ്വാസങ്ങളും വളർത്താനേ ഉപകരിക്കുകയും
എതിരായിട്ട് വാദം ഈ ആളുകൾ ഇങ്ങോട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇതിന് നിർത്താന് മറുപടി എഴുതാന് ഉമർ മൗലവി വിമർശിക്കുന്ന അബ്ദുൽ ലേഖനത്തിൽ ഒരു പ്രതികരണം എഴുതാൻ ഉമർ മൗലവി സാഹിബ് എന്നോട് ആവശ്യപ്പെട്ടു. ഒരു കൊച്ചു മുഖവര ഇതിന്റെ ആവശ്യമാണ്. 1971 സൽസബിൽ ത്രൈമാസികയായി ആരംഭിച്ചപ്പോൾ 2-3-4 ലക്കങ്ങളിലായി മനുഷ്യന്റെ ജീവിത വ്യവഹാരങ്ങളിൽ പൈശാചിക കുതന്ത്രങ്ങൾ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്ന് വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതുകയുണ്ടായിട്ടുണ്ട്. അത് സാമാന്യം ദീർഘമായ ഒരു പ്രബന്ധമായിരുന്നു. പണ്ഡിതന്മാരെ പ്രത്യേക വിഷയമായി എടുത്തും വിശകലനം ചെയ്യാൻ അറച്ചു നിന്ന ഒരു കാര്യം ഡോക്ടറുടെ പ്രഗത്ഭമായ സമർത്ഥമായി അവതരിപ്പിച്ചു. തികച്ചും ഒരു ഗവേഷണപരമായ ഒരു വിഷയം. എന്നെപ്പോലെയുള്ള വിജ്ഞാന വിദ്യാർത്ഥികൾക്ക് അന്നത് സമൃദ്ധമായ ഒരു സദ്യയായിരുന്നു. ഏതാ സദ്യ? ഹിന്ദുസ്ഥാനും കേട്ടോളി. അന്നത്തെ ആളുകളുടെ ദീനിനോടുള്ള താല്പര്യം, അവരുടെ പ്രമാണത്തോടുള്ള അവരുടെ ബന്ധവും കൂറും. ഇനിയോ 20 വർഷങ്ങൾക്ക് ശേഷം 92 ഡിസംബറിൽ ഈ പ്രബന്ധം മുഴുവനായി പ്രസിദ്ധീകരിച്ചു. അവിടുത്തെ കൊണ്ടുവന്ന് ജിന്നുശേഖാനും എഴുതി പന്നൂര് മറുപടി ഇതൊന്നും ആർക്കും അറിയില്ല എന്നൊക്കെ വരെ ധാരണ ഒക്കെ പൊന്തും. ഇൻഷാ അല്ലാഹ് ഉമർ മൗലവി കാണേണ്ടതില്ല. അതാണ് ജന്നത്തുൽ എന്ന് പറയുന്നത്. പ്രമാണം പറയുന്നു പ്രാർത്ഥന വേറെ, റുഖിയ വേറെ. തെളിവ് അംർ ബിൻ ഹസ്മിന്റെ ഗോത്രം ഞങ്ങൾ ജാഹിലിയത്തിൽ മന്ത്രിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ മന്ത്രം നിരോധിച്ചു, ഇനി ഞങ്ങൾക്കിത് മന്ത്രിക്കാൻ പറ്റുമോ? ഈ ഹദീസിന് അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു കാലത്തും മന്ത്രം നിരോധിച്ചിരുന്നു, പ്രാർത്ഥന നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രാർത്ഥന എന്നും അനുവദനീയമായിരുന്നു. അപ്പൊ പ്രമാണം പറയുന്നത് മന്ത്രം വേറെ, ആയത്ത് പിന്നെ പ്രാർത്ഥന വേറെ. തെളിവ് 2. ഒരു ഗോത്രത്തലവിന് പിന്നെ തേളോ മറ്റോ വിഷമേറ്റപ്പോൾ ആ ആളുകൾ പ്രവാചകന്റെ സ്വഹാബികൾ അതിലൂടെ യാത്ര ചെയ്തപ്പോൾ അവരോട് ചോദിച്ചു, ഹൽ മഅകും മിൻ റാഖിൻ, നിങ്ങളിൽ മന്ത്രിക്കാൻ അറിയുന്നവനുണ്ടോ, പ്രാർത്ഥിക്കാൻ അറിയുന്നവനുണ്ടോ എന്നല്ല. പ്രാർത്ഥിക്കാൻ സ്വഹാബികൾക്കൊക്കെ അറിയാമെന്ന് എല്ലാവർക്കും അറിയാം. ചോദ്യം എന്താണ്? മന്ത്രിക്കാൻ അറിയുന്നവനുണ്ടോ എന്നാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹ് ഹദീസ്. രണ്ടാമത്തെ തെളിവും അത് ജംഇഅത്തുൽ ഉലമയുടെ ഈ ബുക്കിൽ എതിരാണ്. മൂന്നാമത്തെ തെളിവ് ആയിഷ റളിയല്ലാഹു അൻഹ റുഖിയ ചെയ്തിരുന്ന ഒരു സ്ത്രീയോട് പ്രവാചകൻ പറഞ്ഞു, നീ അവൾക്ക് ചികിത്സിക്കണം. കിതാബ് കൊണ്ട് ചികിത്സിക്കണം. കിതാബ് ഇട്ടിങ്ങനെ വരുന്നല്ല, അത് ഓതിക്കൊടുക്കാന്നാ. അത് ഓതുമ്പോ അറങ്ങാണ്ട് ചേത്താമാരൊക്കെ ഇറങ്ങിപ്പോവും. ഇപ്പൊ ജിന്നിനോട് വലിയ സ്നേഹ. കാരണം കേറിക്കഴിഞ്ഞാലോ പിന്നെ മുണ്ടണ്ട, അതോടെ നോട്ടേന്നാ. കേറിയ പിന്നെ എന്താ സുഹൃത്തെ ചെയ്യേണ്ടത്? ജിന്നിനോട് സ്നേഹം. ആ പാവം മനുഷ്യനോട് അവിടെ ഓതാനും പാടില്ല, ഇറങ്ങണമെന്നും പറയാൻ പാടില്ല, വർത്താനം പറയാനും പാടില്ല. പിന്നെ ജിന്ന് ഇങ്ങോട്ട് എന്തൊക്കെ പറയുമ്പോ എന്നോട് ജമയത്തിൽ മിണ്ടണ്ടാന്ന് പറഞ്ഞിരിക്കുന്നവരോട് ഇരിക്കാറുണ്ട്. ഈ ശൈത്താനോട് വലിയ സ്നേഹ. എന്നാ ഈ പാവം രോഗം കാരണം ഇറങ്ങാറാകുക, അത് ഇറക്കി വിടാൻ പറ്റൂല. കേറും ഇനി ഇറങ്ങാൻ എന്താ കാട്ടണ്ട? അപ്പൊ മനുഷ്യന്മാര് ചുരുക്കിലേക്ക് പോവുക. അപ്പൊ ഐക്കല്ല് കെട്ടാം. അപ്പൊ ഏലസിൽ അഭയം തേടുക. ആളുകളുടെ ആവശ്യം രോഗം മാറില്ല, അതുകൊണ്ട് പരിഹാരം കാണണമെന്ന് പറഞ്ഞത്. ആ പരിഹാരമാണ് റുഖിയ ശരയ്യ. അപ്പൊ ഒരു ബുക്കിറക്കി റുഖിയ ശരയ്യ. ഒരൊറ്റ റുഖിയന്റെ പ്രാർത്ഥനത്തിൽ ഇല്ലേനും നെയ്യപ്പം മാതിരിയാ, നെയ്യില്ല പേര് റുഖിയ. ഇതല്ല, ബുക്ക് മാറിയിട്ടുണ്ട്. ജിന്ന്, സിഹ്ർ, റുഖിയ ശരയ്യ. ഒരു റുഖിയ ശരയ്യ ഒരു പ്രാർത്ഥനയെങ്കിലും ഒന്നുണ്ട്. ബിസ്മില്ലാ എന്ന് 3 വട്ടം പറയുന്ന, പിന്നെ അഊദു ബിഇസ്സത്തില്ലാഹി വഖദ്റത്തുന്ന പ്രാർത്ഥന ഉണ്ട്. വേറെ ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യൂദീക്. എത്ര പ്രാർത്ഥന, ഒന്നും അതിലില്ല. അപ്പോ അത് പേരിനിറക്കിയ ബുക്ക. അർഖീല എന്നുള്ള പുരാതി പിന്നെ ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ട്. അപ്പൊ സഹോദരന്മാരെ, ഇതിൽ പ്രമാണം പറയുന്നിടത്തേക്ക് നമ്മൾ മടങ്ങാം. രണ്ടാമത്തെ പ്രോബ്ലം എന്താ? ജംഇഅത്തുൽ ഉലമ പറയുന്നു, ജംഇഅത്തുൽ ഉലമ അല്ല, അതിന്റെ പേരിൽ ഇറങ്ങിയ ആ പുസ്തകത്തിൽ പറയുന്നു റുഖിയ പ്രവാചകന്റെ മുഅ്ജിസത്താണ്, മറ്റാരും നടത്തേണ്ടതില്ല. പ്രമാണം പറയുന്നതോ മറ്റുള്ളവർക്കും നടത്താം. 1. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ, പ്രവാചകൻ മന്ത്രത്തിന് ഇളവ് കൊടുത്തു, അനുവദിച്ചു. ആർക്ക്? സ്വന്തം നടത്താണെങ്കിൽ റസൂൽ നടത്തിയാ പോരാ, അനുവദിച്ചു എന്ന് പറയാൻ നിൽക്കണം. അനുവദിച്ചു.
ഈ ബുക്ക് പറയുന്നു, നമ്മുടെ ബുക്ക് പറയുന്നത് അത് അനുവദിച്ചിട്ടില്ല, പ്രവാചകൻ മുഅ്ജിസത്താണ്, കളവ്. അപ്പൊ പ്രമാണത്തിന് എതിരാണ്. അള്ളാഹുവോട് താല്പര്യമുള്ള, ദീനിനോട് താല്പര്യമുള്ളവർ പ്രമാണത്തിലേക്ക് മടങ്ങുക. തെളിവ് 2, ഒരു സ്ത്രീയെ കണ്ടപ്പോൾ പ്രവാചകരുടെ മുഖത്ത് കുരുക്കൾ കണ്ടപ്പോൾ പറഞ്ഞു, ഇസ്തർഖൂലഹാം, അവർക്ക് നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കണം, കാരണം അത് കണ്ണേറ് ബാധിച്ചിരിക്കുകയാണ്, മന്ത്രിക്കൂ എന്ന് പ്രവാചകൻ കൽപ്പിച്ചു. ഇങ്ങനെ തെളിവുകൾ ഒരുപാടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദമായി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഏതെങ്കിലും സദസ്സുകൾ ചർച്ച ചെയ്യാം. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഏതായാലും ഈ ജിന്ന് ബാധ അല്ല, യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് എടുത്തിട്ടുകൊണ്ട് അത് ജനങ്ങൾക്ക് മുമ്പിൽ മറയായി പരിചയാക്കി പിടിച്ച് ഹദീസ് നിഷേധത്തെയും അഖ്ലാനിയത്തിനെയും മറച്ചു വെക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ പ്രമാണം പഠിച്ചുകൊണ്ടിരിക്കുന്ന, പ്രമാണം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കേരള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ അത് ഒരിക്കലും അത് വില പോവുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ഖുറാഫികളല്ല ഞങ്ങൾ എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കുവാനും ഹക്കിനോടൊപ്പം നിൽക്കുവാനും അല്ലാഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമാണങ്ങളോടുള്ള സമീപനം, സലഫുകളുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ച ബഹുമാന്യനായ ഫദലുൽ ഹഖ് ഉമരിക്ക് സംഘടക സമിതിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, 1-2 നിർദ്ദേശങ്ങൾ ഇവിടെ നൽകുകയാണ്. ബഹുമാന്യനായ സലീം സാഹിബിന്റെ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം ക്യാമ്പ് അംഗങ്ങൾ പുറത്തേക്ക് പോകേണ്ടത്. സലീം സാഹിബിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് തന്നെ ആദ്യത്തെ നമ്മുടെ സെഷൻ അൽഹംദുലില്ലാ ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദുഹർ നമസ്കാരത്തിനും ഭക്ഷണത്തിനും വേണ്ടി പിരിയുകയാണ്. ഈ ഓഡിറ്റോറിയത്തിന്റെ താഴത്തെ നിലയിൽ നമുക്ക് ഭക്ഷണം കഴിക്കുവാനും നമസ്കരിക്കുവാനും വുളു ചെയ്യുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ ഈ ഓഡിറ്റോറിയത്തിന്റെ ഇടതുഭാഗത്തുകൂടെ താഴേക്കിറങ്ങി വുളു ഉണ്ടാക്കി ഹാളിലേക്ക് പ്രവേശിക്കണം.